നമുക്കിന്ന് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ നല്ലൊരു ടൂട്ടി ഫ്രൂട്ടി കേക്ക് തയ്യാറാക്കിയെടുക്കാം. ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു കേക്കാണിത്. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളായി തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇതുപോലൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ടിന്നിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്നിങ്ങനെ ബ്രഷ് ചെയ്തെടുക്കാം. കേക്ക് ടിന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു അളവിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ നമുക്കൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അരക്കപ്പ് പഞ്ചസാര എടുത്ത് ഞാനൊന്ന് പൊടിച്ചു വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്കിന് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ ആദ്യം തന്നെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് 3 പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആവുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ അരിച്ചെടുക്കാൻ പറയുന്നത്. ഇനി നമുക്കിത് വിസ്ക് വെച്ച് തന്നെ നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതുപോലൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഡ്രോപ്പ് യെല്ലോ കളർ കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കളർ ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മളിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. എന്നാലും വിസ്ക് ഉപയോഗിച്ച് ഇതുപോലെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയിൽ ഒട്ടും തരിയൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചും ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ എഗ്ലെസ് ആയിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് വിസ്ക് ഉപയോഗിച്ച് ചെയ്യുന്നത്. എഗ്ഗ് വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബീറ്റർ തന്നെ ഉപയോഗിക്കേണ്ടി വരും. നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പാച്ചില വെച്ച് ഇത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായി തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല സോഫ്റ്റായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ആദ്യം ഒരല്പം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പകുതി നമുക്ക് ബാക്കി വന്ന ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ഈ സമയത്ത് ഇട്ട് കൊടുക്കരുത്. ഇനി നമുക്കിതിന് മുകളിലേക്ക് കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാനുണ്ട്. ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്, ഓവനിലൊന്നല്ല. ബാക്കി വന്ന ടൂട്ടി ഫ്രൂട്ടി മുഴുവനായി ഞാനിതുപോലെ കേക്കിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു പാത്രത്തിലാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. അതിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രം ഒരു 5 മിനിറ്റ് മുന്നേ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പാത്രത്തിൻ്റെ മൂടി അത്ര കറക്റ്റ് അല്ലെങ്കിൽ ഇതിന് മുകളിലൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പം 35 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കി വെന്തിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. കുറച്ചുകൂടെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. അതുകൊണ്ട് ഞാനൊരു 10 മിനിറ്റ് കൂടെ ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. കേക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ അറിയാം നമുക്കിത് വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ഒന്ന് ചൂടാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് ടിന്നിൽ നിന്ന് മാറ്റാവുന്നതാണ്. കേക്കൊക്കെ നന്നായി തന്നെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ടിന്നിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ശരിക്കും ഇത് തയ്യാറാക്കി ഒരു ദിവസം വെച്ചതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഞാനിതിൻ്റെ അടിഭാഗത്ത് വെച്ച് കൊടുത്ത ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്കിത് നല്ല പെർഫെക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓവനും ബീറ്ററും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലത്തെ കേക്കൊക്കെ ഇടയ്ക്ക് തയ്യാറാക്കി നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. ഇതുപോലെ ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടുള്ള ബ്രെഡൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ കഴിക്കുന്ന പോലെയുള്ളൊരു ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.